പറഞ്ഞില്ല. പകരം എന്താണ് രഹന ഫാത്തിമ എന്ന് പറഞ്ഞു 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 എന്ന് 1000 തവണ ആവർത്തിച്ചപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ശ്രീ പ്രേമേന്ദ്രൻ മനസ്സാൽ പോലും ചിന്തിക്കാത്ത, ഒരുപക്ഷെ പറഞ്ഞു പോയപ്പോൾ നമ്മളൊക്കെ പ്രസംഗമധ്യയാണ്, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ ഞാനും ശ്രീ സുരേഷ് കുമാറും ഒക്കെ, അദ്ദേഹം അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്, ശ്രീ സുരേഷ് കുമാറും ഒക്കെ തെരുവിൽ പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാവരും ഏതാണ് ഈ പറയുന്ന വേദികളിൽ പ്രസംഗിക്കുന്നവരാണ്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ അച്ചടിച്ച മതി പറയാൻ ഒരു പ്രസംഗത്തിലും നമുക്ക് ആർക്കും സാധിക്കാറില്ല. ശ്രീ സുരേഷ് കുമാറിന് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഇതാ രഹന ഫാത്തിമ എന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞ് അതിൽ വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ് എന്നതുകൊണ്ടാണ് ആ സമയം എനിക്ക് ഇടപെടേണ്ടി വന്നത്. അങ്ങനെ ഇടപെട്ട് തന്നെയാണ് എല്ലാ ചർച്ചകളിലും ഞാൻ പോകുന്നത്. അങ്ങനെ തന്നെ ഇനി പോവുകയുമുള്ളൂ. പ്രത്യേകിച്ച് വർഗീയത കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇടപെടുക തന്നെ ചെയ്യും. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ശ്രീ സുരേഷ് കുമാർ. അതാണ് ഞാൻ ചോദിച്ചത്. ബിന്ദു അമ്മിണി, കനകദുർഗ, രഹന ഫാത്തിമ, ഇവർ 3 പേരും ശബരിമലയിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷനിൽ കേറിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? 1. 2, ഇവർ 3 പേരും കാലങ്ങളായി ശബരിമലയിൽ കയറുന്നതിന് മുമ്പും ശേഷവും CPM-ന്റെ സഹയാത്രികരാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? 3, ഇവരെല്ലാം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും വിവിധ പ്രോഗ്രാമുകളിലും സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ രഹന ഫാത്തിമയെ ഒരു മുസ്ലിമായല്ല, ഒരു കമ്മ്യൂണിസ്റ്റായാണ് ഞങ്ങൾ കാണുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? നിങ്ങൾ പറയാൻ അറച്ചിരുന്ന കാര്യം ഞാനങ്ങ് ക്ലിയർ ചെയ്തേക്കാം. അവരെ ഞങ്ങൾ ഒരു മുസ്ലിമായല്ല, അവരെ ഞങ്ങൾ ഒരു എത്തയിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്, അവരെ ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ പേരിൽ ഒരു മുസ്ലിം ഇസ്ലാമിക് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും എടുത്ത് ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിച്ചേക്കാം. ഇനി കനകദുർഗയ്ക്കും രഹന ഫാത്തിമയ്ക്കും ഈ പറയുന്ന ബിന്ദു അമ്മിണിക്കും പകരം മെർലിൻ മൺട്രോ എന്നും ഐശ്വര്യ റായ് എന്നും കാവ്യ മാധവൻ എന്നും പറഞ്ഞാൽ മതിയാകുമോ? പോരല്ലോ. അതിന് മെർലിൻ മൺട്രോ ശബരിമല കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശബരിമലയിൽ കയറി മെർലിൻ മൺട്രോ അല്ല, കനകദുർഗയാണ്. അല്ലെങ്കിൽ കാവ്യ മാധവനെ നിങ്ങൾ ശബരിമലയിൽ കയറ്റിയില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കാവ്യ മാധവനല്ല കയറിയത് രഹന ഫാത്തിമയാണ്. അപ്പൊ അത് പറയും. അത് പറയുന്നതിൽ എന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾ ഒരാളുടെ പ്രസംഗമധ്യേ ഉണ്ടായ ഒരു വാക്കിനെ ഒരു ചെറിയൊരു